എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷും കണക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എത്ര എഴുതിയാലും, ഈ ഇംഗ്ലീഷിന്റെ പരീക്ഷ എഴുതിയാലും, എത്ര എഴുതിയാലും ഒരു പേജ് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പേപ്പർ മേടിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കും, അവരെങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സാർ പേപ്പർ, വീണ്ടും പേപ്പർ. ഞാൻ നോക്കി ഈ പുള്ളി എന്തു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും പേപ്പർ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഇംഗ്ലീഷ് എന്ന വിഷയം ഈ പഠിത്തം തീരുന്നതിന് മുമ്പ് നൂലുകൊണ്ടൊന്ന് കെട്ടി ഒപ്പിച്ചൊന്ന് കൊടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ പേപ്പറിന് മാത്രം നൂലില്ല, 2 എണ്ണം ഉണ്ടെങ്കിലേ നൂലുകൊണ്ട് കെട്ടേണ്ടതുള്ളൂ. ഇത് എത്ര എഴുതിയാലും ഒരു പേജ് വേറൊരു പേപ്പർ മേടിക്കാൻ ഭാഗ്യമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പോലെ തന്നെ തിരുമണ്ടനായ ഒരുത്തനോട് ഞാൻ അഭിപ്രായം ചോദിച്ചു. എടാ, ഈ ഇംഗ്ലീഷ് നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മുടെ പരീക്ഷ എഴുത്തെല്ലാം തീർന്നു, ബാക്കി സമയം മുഴുവൻ ഇങ്ങനെ നോട്ടമാണ്. ആരൊക്കെ പേപ്പർ മേടി? എടാ, ഈ പരീക്ഷ എഴുതാൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ എന്താണ് ഒരു മാർഗം? പുള്ളിയോട് വേറൊരു മണ്ടൻ പറഞ്ഞു കൊടുത്തത് എന്നോട്, ഞാനെന്ത മണ്ടനോട് പുള്ളി പറഞ്ഞു, എനിക്ക് പറഞ്ഞു, നീ പരീക്ഷയെക്കുറിച്ച് ടെൻഷൻ വേണ്ട. എന്താടാ? അതായത് നിനക്ക് ഇംഗ്ലീഷ് എന്ന വിഷയത്തിന്റെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ ഒരെണ്ണം അറിയത്തില്ലേലും ടെൻഷൻ വേണ്ട, ഓരോന്നും എത്ര മാർക്കിന്റെ ആണെന്ന് നോക്കിക്കോണമെന്ന് പറഞ്ഞു. ആദ്യത്തേത് 2 മാർക്കിന്റെ, മൂന്നാമത്തേത് 5 മാർക്കിന്റെ, ഇങ്ങനെയാണ് കിടപ്പ്. നീ ഒരു കാര്യം ചെയ്തോണം, ചോദ്യക്കടലാസ് കിട്ടുന്നു, ചോദ്യം വായിക്കേണ്ട, മാർക്ക് മാത്രം നോക്കിയാൽ മതി. ചോദ്യം വായിക്കണ്ട, എന്തായാലും ഒന്നും അറിയത്തില്ലാത്തതാണ്. ഒന്നാമത്തെ ചോദ്യം മാർക്ക് നോക്കുന്നു, 2 മാർക്കിന്റെ ചോദ്യ പേപ്പർ തിരിച്ചു വയ്ക്കുക, പുറകിൽ നിന്ന് അങ്ങ് എഴുതി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഏതിന്റെ പുറകിൽ നിന്ന്? ഈ ചോദ്യക്കടലാസ് തിരിച്ചു വെച്ച് ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ചോദ്യം തൊട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, 5 മാർക്കിന്റെയോ? വീണ്ടും എഴുതിക്കൊള്ളുക. 10 മാർക്കിന്റെയോ? തിരിച്ച് മറിച്ചു എഴുതിക്കൊള്ളുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരീക്ഷ എഴുതാൻ ദയവ് ചെയ്ത് പഠിപ്പിച്ചേക്കരുത്. ഇത് എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്, ദയവ് ചെയ്ത് ആർക്കും പറ്റാതിരിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോയത്. അങ്ങനെ ഞാനും എഴുതി സാറിനോട് പറഞ്ഞ് നൂല് വെക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ എന്തായാലും എഴുതി ഇഷ്ടം പോലെ എഴുതുന്ന കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ അസൂയയോടെ നോക്കാൻ തുടങ്ങി. ഇന്ന് വരെയും എഴുതാത്ത ഞാൻ ഇഷ്ടം പോലെ എഴുതുന്നു. എനിക്ക് സന്തോഷമായി. 2-3 പേപ്പർ നിറച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ പരീക്ഷ കഴിഞ്ഞു, നൂല് കൊണ്ടൊക്കെ കെട്ടി നല്ല സൂപ്പറായിട്ട് കൊണ്ട് സമർപ്പിച്ച് അവിടെ വെച്ചിട്ട് പോന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പം ചുമ്മാ ഇങ്ങനെ വായിച്ച് ചോദ്യം പോയി. ഒരു ചോദ്യം എനിക്ക് അറിയാവുന്നതുണ്ടായിരുന്നു. ഈ മണ്ടം പറഞ്ഞ് കേട്ടിട്ട് അതും കൂടെ പോയി. എനിക്ക് അന്നേരം തോന്നി, ഇത് വായിച്ചിട്ട് എഴുതുമായിരുന്നു 2 മാർക്കേലും കിട്ടിയേനെ. ഇത് ഒറ്റയോരെണ്ണം ശരിയില്ല, മുഴുവൻ ചോദ്യം തിരിച്ചും മറിച്ചും തിരിച്ചു എഴുതി എല്ലാ ചോദ്യം എഴുതിയിട്ടുണ്ട്, അതും പോയി. ഞാൻ ആ കൊല്ലം പരീക്ഷയ്ക്ക് തോറ്റുപോയി. ഞാൻ തോക്കാൻ കാരണം എന്താ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പശുവിന്റെ പുറകെയും പോയി, പുളിയെ കയറി പുളി പറിക്കാനും പോയി, പിന്നെ കുറെ പെരുന്നാളിനും ഉത്സവത്തിനും അങ്ങനെ പോയി. ഇഷ്ടം പോലെയൊക്കെ നടന്നു. 8:30 ആകുമ്പോഴേ പുതച്ചു മൂടിയും കിടന്ന് ഉറങ്ങും, ഒരു 7 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടാണ് ഞാൻ തോറ്റുപോയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പുറത്തെ എന്റെ സുഹൃത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സാർ പേപ്പർ, വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പേപ്പർ, ഇഷ്ടം പോലെ പേപ്പർ മേടിച്ച് എഴുതി കൂട്ടുവാണ്. ഞാൻ ഇവിടെ ഇരുന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പുള്ളി രാത്രി 1:30 വരെ എങ്ങാണ്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പഠിത്തവാ, എവിടെയും പോയിട്ടില്ല, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ പുള്ളി ഇന്ന് ജയിച്ചത്. എനിക്ക് പിന്നീട് മനസ്സിലായി, പരീക്ഷയിൽ മാത്രമല്ല, എവിടെയും ലജ്ജിതനാകാതിരിക്കാൻ, എവിടെയും തോറ്റുപോകാതിരിക്കാൻ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കുറ്റി ഉറപ്പിച്ചോണം. അല്ലാണ്ട് അയാൾ കുറെ പേപ്പർ മേടിച്ചു, നല്ല മാർക്കോടെ ജയിച്ചു, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, എല്ലാം തോറ്റുപോയി. ഞാൻ തോൽക്കാൻ കാരണം എന്നാന്നാ പറഞ്ഞത്. പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെയാണ്. മടി പിടിച്ചിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ, ആരാധനയ്ക്ക് പോകണ്ടേ എന്ന്. ഞാൻ ഇന്ന് കുർബാനയുടെ സമയത്ത് ചില നന്മകളൊക്കെ നമ്മളെടുക്കുന്ന ആ കഷ്ടപ്പാടോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാ ദൈവം ചില നന്മകൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്.